ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ സിമ്പിളായി ഫോണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ്. പക്ഷെ ശരിക്കും എൻഗേജിംഗ് ആയ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഒരുപാട് സ്കിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊരു സ്കില്ലാണ് ആനിമേഷൻ. ഓഡിയൻസിനെ ബോറെ അടുപ്പിക്കാതെ വിഷ്വലി കഥ പറയാൻ ഇങ്ങനത്തെ സ്മൂത്ത് ആനിമേഷൻസിന് കഴിയും. ഞാനൊരു ഫ്രീലാൻസ് ആനിമേറ്റർ / വീഡിയോ എഡിറ്ററാണ്. ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് സ്മൂത്ത് ആനിമേഷൻസ് പ്രീമിയർ പ്രോയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് മെയിനായി 2 രീതിയിൽ നമുക്ക് സ്ക്രീനിലേക്ക് ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം നമുക്ക് സ്കെയിൽ ആനിമേറ്റ് ചെയ്ത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പൊസിഷൻ ആനിമേറ്റ് ചെയ്ത് സ്ക്രീനിലെ ഓരോ സൈഡിൽ നിന്നും കൊണ്ടുവരാം. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ 2 കീ ഫ്രെയിംസ് വെച്ച് ആനിമേറ്റ് ചെയ്താൽ ഇതുപോലെ ഭയങ്കര ഫ്ലാറ്റും ബോറിങ്ങും ആയ ആനിമേഷൻസ് കിട്ടും. ഇത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായി ആനിമേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ആനിമേഷൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ബ്രീഫായി മനസ്സിലാക്കണം. ടോട്ടൽ 12 ആനിമേഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പക്ഷെ എല്ലാം ബൈ ഹാർട്ടായി പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൽ നിന്നും പ്രീമിയർ പ്രോയിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രിൻസിപ്പിൾസ് മാത്രമായിരിക്കും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ നോക്കാം. ഒരു എലമെന്റിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ആകുമ്പോൾ അത് കുറച്ച് നേരം മുമ്പോട്ട് പോയി ബൗൺസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയുള്ളൂ. ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് കുറച്ച് നേരം കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് മെല്ലെ ബൗൺസ് ചെയ്ത് സെറ്റിലാക്കാനാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട്. ഇതും റിയൽ വേൾഡ് ഫിസിക്സിനെ ബേസ് ചെയ്തുള്ളതാണ്. നമുക്കറിയാം റിയൽ വേൾഡിൽ ഒരു ഒബ്ജക്റ്റ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് സ്പീഡ് എടുക്കുന്നത്. കാറിന്റെ ആക്സിലറേഷൻ ആണ് ഇതിനെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ആനിമേറ്റ് ചെയ്യുമ്പോൾ ഈ മെല്ലെ സ്പീഡ് കൂടുന്നതും മെല്ലെ സ്പീഡ് കുറയുന്നതും ശ്രദ്ധിക്കാനാണ് ഈ ആനിമേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ഒരു പ്രിൻസിപ്പിളും കൂടി നമുക്ക് നോക്കാം. അതാണ് ആന്റിസിപ്പേഷൻ. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് ഒരു ആക്ഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ പ്രിപ്പയർ ചെയ്യും. വ്യൂവേഴ്സിന് പെട്ടെന്ന് മൂവ്മെന്റ് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു ഹിന്റ് ആണ്. അപ്പൊ നേരെ മൂവ്മെന്റിലേക്ക് പോവാതെ മൂവ്മെന്റിന് മുമ്പ് ഒരു ചെറിയ ഹിന്റ് കൊടുക്കാനാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ ആനിമേഷൻ പ്രിൻസിപ്പിൾസ് ജസ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം പ്രീമിയർ പ്രോ ആനിമേഷൻസിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പോപ്പപ്പ് ആനിമേഷൻ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഫക്ട്സ് പാനലിൽ പോയി ട്രാൻസ്ഫോം എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റോർട്ടിൻ്റെ അടിയിൽ ട്രാൻസ്ഫോം എഫക്റ്റ് കാണാം. അത് നമ്മുടെ ഇമേജിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പ്ലേ ഹെഡ് ഏറ്റവും തുടക്കത്തിൽ ഇങ്ങനെ വെക്കാം. ഇനി റൈറ്റ് ആരോ 6 പ്രാവശ്യം അമർത്തി 6 ഫ്രെയിംസ് മുമ്പോട്ട് പോവാം. എന്നിട്ട് ഈ സ്റ്റോപ്പ് വാച്ച് അമർത്തി കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇനി തിരിച്ച് തുടക്കത്തിലേക്ക് പോയി വാല്യൂ 100 മാറ്റി 0 ആക്കാം. അപ്പോൾ ഈ ജനറിക് ആനിമേഷൻ കിട്ടും. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളായ ഓവർഷൂട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ആവുന്ന പോയിന്റിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി ബൗൺസ് ആയിട്ട് ശരിക്കും സ്റ്റോപ്പ് ആവും. ഇവിടെ നമുക്ക് സ്കെയിൽ ആയതുകൊണ്ട് കുറേ ബൗൺസിന് പകരം ഒരു ബൗൺസ് മാത്രം ചെയ്യിക്കാം. അപ്പോൾ അതിനുവേണ്ടി തുടക്കത്തിൽ നിന്ന് 3 ഫ്രെയിംസ് മുമ്പോട്ട് വന്നിട്ട് ഇവിടുത്തെ വാല്യൂ 50 മാറ്റി 120 ആക്കാം. അതായത് ലാസ്റ്റ് കീ ഫ്രെയിമിനേക്കാൾ കൂടിയ വാല്യൂ. അപ്പോൾ നമുക്കിതാ ഈ ബൗൺസ് എഫക്റ്റ് കിട്ടും. ഇനി ഈ ആനിമേഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ നമുക്ക് അടുത്ത പ്രിൻസിപ്പിളായ സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട് അപ്ലൈ ചെയ്യാം. മെല്ലെ തുടങ്ങി സ്പീഡ് കൂടി മെല്ലെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഈ പ്രിൻസിപ്പിൾ. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം സ്കെയിൽ സ്റ്റോപ്പ് വാച്ചിന്റെ ലെഫ്റ്റിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെലോസിറ്റി ഗ്രാഫ് കാണാം. ഇതിനർത്ഥം ആനിമേഷൻ സ്പീഡിന് തുടക്കം മുതൽ അവസാനം വരെ ഒരു മാറ്റവും ഇല്ല എന്നാണ്. അതൊരിക്കലും റിയലിസ്റ്റിക് അല്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഈ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ലീനിയറിന്റെ നേരെ ഒരു ടിക്ക് മാർക്ക്. അത് മാറ്റി നമുക്ക് ബെസിയർ ആക്കാം. അപ്പോൾ നമുക്ക് കാണാം ഗ്രാഫ് ഇങ്ങനെ റൗണ്ട് ആയത്. അപ്പോൾ ഈ ഗ്രാഫിന്റെ ഹൈറ്റ് കൂടുമ്പോൾ ആനിമേഷൻ ഫാസ്റ്റ് ആവുകയും കുറയുമ്പോൾ സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ കാണാം 0 നിന്ന് 120ലേക്ക് ആദ്യം സ്ലോ ആയി പോയി നടുക്ക് ഫാസ്റ്റായി പിന്നെ സ്ലോ ആവും. ഇത് തന്നെയാണ് 120ൽ നിന്നും 100ലേക്കും സംഭവിക്കുന്നത്. ഇതൊന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് ഈ 2 ഹാൻഡിൽസ് നീക്കി ഇങ്ങനെ സ്പൈക്ക് പോലെ ആക്കാം. അപ്പോൾ സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട് പ്രിൻസിപ്പിൾ ഒന്നുകൂടി എഫക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ മെയിൻ പോപ്പപ്പ് ആനിമേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പോപ്പപ്പിന് ശേഷമുള്ള സ്മൂത്ത് മൂവ്മെന്റ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ട്രാൻസ്ഫോം എഫക്റ്റ് കൂടി അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ തുടക്കത്തിൽ പോയി പൊസിഷൻ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യാം. ഇനി 10 ഫ്രെയിംസ് മുമ്പോട്ട് പോകണം. അതിനുവേണ്ടി ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം റൈറ്റ് ആരോ അമർത്താം. ഇനി ഈ വാല്യൂസ് വെറുതെ കുറച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കീ ഫ്രെയിം ആഡ് ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ക്ലിപ്പ് എത്ര നേരം ടൈം ലൈനിലുണ്ടോ അത്രയും പ്രാവശ്യം മുമ്പോട്ട് പോയി വെറുതെ ചേഞ്ച് ചെയ്യാം. കൂടുതലായി ചേഞ്ച് ചെയ്യേണ്ട, ചെറുതായി വാല്യൂ ചേഞ്ച് ആക്കിയാൽ മതി. ഇതേപോലെ റൊട്ടേഷനിലും ഓരോ 10 ഫ്രെയിംസ് കൂടുമ്പോൾ വാല്യൂ വളരെ ചെറുതായി ചേഞ്ച് ആക്കാം. 5നും -5നും ഇടയിൽ വാല്യൂസ് ചേഞ്ച് ആക്കിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്ലോ ഇൻ സ്ലോ ഔട്ട് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാ കീ ഫ്രെയിംസും സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെമ്പോറൽ ഇന്റർപോളേഷനിൽ പോയി ബെസിയർ ആക്കാം. അപ്പോൾ ഇതാ ഈ എഫക്റ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്യാരക്ടർ ആനിമേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് ഈ ഇമേജിൽ അപ്ലൈ ചെയ്യാം. ഇനി തുടക്കത്തിൽ പ്ലേ ഹെഡ് വെക്കാം.
ഇനി ഷിഫ്റ്റും റൈറ്റ് ആരോയും 2 പ്രാവശ്യം അമർത്തി 10 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇനി സ്റ്റാർട്ടിലേക്ക് പോയി ഈ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിനെ സ്ക്രീനിന്റെ പുറത്തെത്തിക്കാം. ഇനി നമ്മുടെ സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് ബെസിയർ ആക്കാം. ഇനി നമ്മൾ ഈ ആരോ ക്ലിക്ക് ചെയ്ത് ഗ്രാഫ് നോക്കിയാൽ കാണാം അതൊരു സ്ട്രെയിറ്റ് ലൈനായി നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ആദ്യത്തെ ഹാൻഡിൽ ഇങ്ങനെ വലിച്ച് താഴെ വരെ എത്തിക്കാം. ലാസ്റ്റത്തെ ഹാൻഡിലും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെലോസിറ്റി മെല്ലെ കൂടി മെല്ലെ സ്ലോ ആവുന്ന ഗ്രാഫ് കിട്ടി. അതിങ്ങനെ സ്പൈക്ക് പോലെ ആക്കി ആ ഇഫക്റ്റ് എൻഹാൻസ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ആനിമേഷൻ കിട്ടി. ഇനി നമ്മുടെ ഓവർഷൂട്ട് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ബൗൺസ് എഫക്റ്റ് കൊണ്ടുവരാം. അതിനുവേണ്ടി നമ്മൾ ഈ ആങ്കർ പോയിന്റ് വാല്യൂ ആണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതേ ആങ്കർ പോയിന്റ് വാല്യൂ അല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഈ ഇമേജിൻ്റെ റെസൊല്യൂഷൻ 1920x1080 ആണെന്ന് ഉറപ്പുവരുത്തണം. 1080p ഇമേജ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന അതേ ആങ്കർ പോയിന്റ് വാല്യൂ നിങ്ങൾക്കും യൂസ് ചെയ്യാം. നമുക്ക് പൊസിഷന്റെ ലാസ്റ്റ് കീ ഫ്രെയിമിൽ വരാം. എന്നിട്ട് ആങ്കർ പോയിന്റിന്റെ സ്റ്റോപ്പ് വാച്ച് ക്ലിക്ക് ചെയ്യാം. ഇനി റൈറ്റ് ആരോ 2 പ്രാവശ്യം അമർത്തി ബാക്കിൽ പോയി ഈ വാല്യൂ 500 ആക്കാം. ഇനി 4 ഫ്രെയിംസ് മുമ്പോട്ട് പോയി വാല്യൂ 490 ആക്കാം. ഇനി 2 ഫ്രെയിംസും കൂടി മുമ്പോട്ട് പോയി വാല്യൂ 510 ആക്കാം. ഇനിയും 2 ഫ്രെയിംസ് മുമ്പോട്ട് പോയി നമ്മുടെ ആദ്യത്തെ വാല്യൂ ആയ 500 തന്നെ ആക്കാം. ഇനി നമുക്ക് ബെസിയർ അപ്ലൈ ചെയ്ത് ആദ്യത്തെ 2 ഹാൻഡിൽസ് വലിച്ച് ഇങ്ങനെ സ്പൈക്ക് ആക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ആവും. ഇതാ ഈ സ്മൂത്ത് ബൗൺസ് ഇഫക്റ്റ് കിട്ടി. ഇനി നമ്മൾ യൂസ് കോമ്പസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്തിട്ട് ഷട്ടർ ആംഗിൾ 360 ആക്കിയാൽ നല്ല മോഷൻ ബ്ലറും കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ട്രാൻസ്ഫോമും കൂടി ആഡ് ചെയ്ത് പൊസിഷനും റൊട്ടേഷനും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സ്മൂത്ത് മൂവ്മെന്റ് ആനിമേറ്റ് ചെയ്യാം. അങ്ങനെ ഈ ഫൈനൽ ഇഫക്റ്റ് കിട്ടി. ഇനി നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സ്മൂത്തായി ആനിമേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ട്രാൻസ്ഫോം ഇഫക്റ്റ് കൂടി ആഡ് ചെയ്യാം. എവിടുന്നാണ് ഈ ആനിമേഷൻ തുടങ്ങുന്നത് അവിടെ പ്ലേ ഹെഡ് വെച്ചിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇനി ഒരു 10 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ട് ഈ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി പുറത്തെത്തിക്കാം. ഇനിയാണ് നമ്മൾ ലാസ്റ്റ് പ്രിൻസിപ്പിളായ ആൻറ്റിസിപ്പേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആൻറ്റിസിപ്പേഷൻ അനുസരിച്ച് ഒരു ക്യാരക്ടർ ആക്ഷന് മുമ്പ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ക്യാരക്ടറിനെ ശരിക്കുള്ള മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആദ്യം കൊണ്ടുപോകാം. അപ്പോൾ അതിനുവേണ്ടി ഈ 2 കീ ഫ്രെയിംസിൻ്റെ ഇടയിൽ വന്നിട്ട് വാല്യൂ 440 ആക്കാം. ഇനി നമുക്ക് സ്ലോ ഇൻ ആൻഡ് സ്ലോ ഔട്ട് പ്രിൻസിപ്പിളും കൂടി അപ്ലൈ ചെയ്താൽ ഈ ആനിമേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാ ഈ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ മെയിൻ ആനിമേഷൻസ് ഇവിടെ കഴിഞ്ഞു. ഇതേ പ്രിൻസിപ്പിൾസും ടെക്നിക്സും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഈ മെത്തേഡ്സും പ്രിൻസിപ്പിൾസും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഡീസൻറ്റ് എഡിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുകയും ഓഡിയൻസിനെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ എൻ്റെ എക്സ്പെരിമെൻസും ഞാൻ പഠിക്കുന്ന പുതിയ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.